നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഏറുന്നു. 9 പേജുകളുള്ള ആത്മഹത്യാ കുറിപ്പടക്കം തങ്ങൾക്ക് ലഭിച്ചതായിട്ട് ബന്ധുക്കൾ സൂചന നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് പെട്ടെന്നൊരു നിമിഷത്തിലെടുത്ത തീരുമാനമല്ല എന്നുള്ളതിൽ വ്യക്തത വരുന്നു. നിരന്തരമായി അദ്ദേഹത്തെ ഇ.ഡി. വേട്ടയാടുന്നു എന്ന തരത്തിലാണ് ചിലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, ദുരൂഹത ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിരവധി ഊഹാപോഹങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പല വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അത്തരം ഊഹാപോഹങ്ങൾക്ക് സ്ഥാനമില്ല. അതിനപ്പുറത്തേക്ക് എന്താണ് വസ്തുത എന്നത് പുറത്തേക്ക് വരേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. ഇതിനിടയിൽ ഇപ്പോഴിതാ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇടണം എന്നാണ് ഈ കത്തിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് സൂചന. ഈ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തന്നെ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത്. ഈ അന്വേഷണം കമ്മീഷന്റെ അധ്യക്ഷനായി ഭരണഘടനാ കോടതിയിലെ ജഡ്ജിയായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെ നിയമിക്കണമെന്നും സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ കത്തിലൂടെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. റെയ്ഡ് നടക്കുന്നതിനിടെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായെന്നും 2 സാക്ഷികൾ വേണമെന്നുണ്ടെന്നും ഇത് പാലിച്ചിട്ടില്ല എന്നുമാണ് കത്തിലൂടെ അദ്ദേഹം പറയുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ പര്യാപ്തമല്ല എന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കുടുംബം വ്യക്തമാക്കുമ്പോൾ പിന്നെ എന്തിന് ഇത്തരമൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഇത്തരമൊരു റെയ്ഡ് എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും മാനസികമായി തന്നെ പീഡിപ്പിക്കുന്ന തരത്തിലേക്കാണ് റോയ് ചില സൂചനകൾ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹതകളോടെയാണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ആ ദുരൂഹതകളുടെ ചുരുളഴിക്കുന്ന തരത്തിൽ നിർണായകമാകുന്ന ഒരു റിപ്പോർട്ട് കൂടെ വന്നിരുന്നത് റെയ്ഡ് നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു തോന്നലിലൂടെ ആയിരുന്നില്ല ആ ഒരു ആത്മഹത്യ പ്രീ പ്ലാൻഡ് എന്ന് തോന്നുന്ന തരത്തിലെ ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഏകദേശം 9 പേജുകളോടെയുള്ള ആത്മഹത്യാ കുറിപ്പ് അത് പുറത്തു വരികയാണ്, അല്ലെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ കൈവശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 9 പേജുകളുള്ള ആത്മഹത്യാ കുറിപ്പ് കുടുംബാംഗങ്ങളുടെ കൈവശം ലഭിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം അവരുടെ ബന്ധുക്കൾ നൽകുന്ന പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ജനുവരി 31 സഹോദരനെ വിളിച്ച് ജീവനൊടുക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു നിമിഷത്തിന്റെ മുൻപുള്ള കോളായിരുന്നു അത് എന്നും സി.ജെ. റോയിയുടെ സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട്. റോയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിനിടെയാണ് സഹോദരൻ സി.ജെ. ബാബു ഈ വിഷയത്തെക്കുറിച്ച് ചില സൂചനകൾ മാധ്യമങ്ങളിലൂടെ നൽകുന്നത്. കമ്പനിയുടെ എല്ലാ പ്രൊജക്ടുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ തുടരുമെന്നും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും റോയിയുടെ മകൻ രോഹിത്തും ചേർന്ന് ഈ കമ്പനിയെ നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. റോയിക്ക് കടബാധ്യതകളോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും ബാബു ഈ അവസരത്തിൽ വിവരിക്കുകയും ചെയ്തിരുന്നു. കർണാടക പോലീസ് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ അദ്ദേഹം തന്നെ 3 തവണ വിളിച്ച് അവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. അതേസമയം സി.ജെ. റോയിയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവായിട്ട് ഈ പറയുന്ന ആത്മഹത്യക്കുറിപ്പ് മാറുമെന്നുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതീവ വികാരഭരിതമായിട്ടുള്ള കുറിപ്പിൽ തന്റെ വിയോഗത്തിന് ശേഷം ബിസിനസ് സാമ്രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നതെന്നാണ് സൂചന. താൻ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കുന്നതിൽ കുടുംബാംഗങ്ങളോട് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ വെറുമൊരു വികാര പ്രകടനം എന്നതിലുപരി തന്റെ അഭാവത്തിൽ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെ ആയിരിക്കണം എന്നതും പിൻഗാമികൾ ആരെല്ലാം ആയിരിക്കുന്നത് എന്നതും കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു കുറിപ്പാണത്. അതായത് താൻ മരണപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചതുപോലെ വർഷങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പിനൊപ്പം വിശ്വസ്തനായി നിൽക്കുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒരു കാരണവശാലും തഴയരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി കത്തിലൂടെ പറയുന്നുണ്ട്. ബിസിനസ് നേരത്തെ തന്റെ വിജയത്തിന്
പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു ഭാഗമാണ് എന്നും ആ കുറിപ്പിലൂടെ അദ്ദേഹം അവർക്കെല്ലാം നന്ദി സ്മരിക്കുന്നതായിട്ടും പറയുന്നു. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഈ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് ലഭിക്കാവുന്ന പണത്തെക്കുറിച്ചും നൽകുവാനുള്ള ഓഹരികളെക്കുറിച്ചും മറ്റ് ഡീറ്റെയിൽസുകളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് ഈ കത്തിലൂടെ പറയുന്നതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക രഹസ്യങ്ങളെ കുറിച്ച് തന്റെ ഭാര്യയ്ക്ക് പൂർണ്ണമായ അറിവുണ്ട് എന്നും റോയ് കുറിപ്പിലൂടെ പറയുന്നു. മുൻപ് നടന്ന ഒരു അഭിമുഖത്തിലും തന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ റോയിയുടെ ഭാര്യയുടെയും മക്കളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ആദായ നികുതി റെയ്ഡും അതിലുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും ഈ കുറിപ്പിലെ വിവരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ പരിശോധന ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. കത്തിൽ പറയുന്ന കാര്യങ്ങൾ സാമ്പത്തിക രേഖകളുമായി ഒത്തുപോകുന്നുണ്ടോ എന്നതടക്കമാണ് മരണത്തിന് പിന്നാലെ എന്താണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നത് വ്യക്തമാക്കാൻ ഒരു സാഹചര്യം ഒരുക്കുകയുള്ളൂ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ദുബായിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് അദ്ദേഹം എത്തിയത് എല്ലാം തീരുമാനിച്ചുകൊണ്ട് തന്റെ ജീവൻ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇത്തരം കുറിപ്പ് കാണുമ്പോൾ വ്യക്തമാകുന്നത്. ജനുവരി 31 സഹോദരനെ അദ്ദേഹം വിളിച്ചിരുന്നു. ആ ഒരു കോള് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ടുള്ള കോളാണ് എന്നും അന്വേഷണം നിഗമനത്തിലേക്ക് എത്തുകയാണ്. മരണത്തിന് മുൻപ് റോയ് ആരെയൊക്കെ വിളിച്ചു എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അനുമതിയില്ലാതെ ബാംഗ്ലൂരു വിട്ടുപോകരുതെന്നാണ് SIT നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം CJ റോയിയുടെ വിയോഗം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നാണ് സഹോദരൻ CJ ബാബു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള എല്ലാ പ്രൊജക്ടുകളും മുൻപ് നിശ്ചയിച്ച പ്രകാരം തന്നെ പൂർത്തിയാക്കുമെന്നും റോയിയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നാകും ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ഇനി നയിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. റോയിക്ക് യാതൊരുവിധ കടബാധ്യതകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും മരണത്തിന്റെ ആശങ്ക അത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും കുടുംബങ്ങൾ വ്യക്തമാക്കുന്നു. കർണാടക പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ കേന്ദ്രത്തിന് കത്തയക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ മാറണം, അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്താണെന്ന് സംഭവിച്ചത്, ആ ഒരു നിമിഷത്തിൽ തോന്നലായിരുന്നു അതോ ആത്മഹത്യ എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നു, അങ്ങനെയാണ് എങ്കിൽ ആ ആത്മഹത്യക്കുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു വരാനുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് കത്തയച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.